നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശേഖരമുത്തശ്ശന്റെ ജീവന് ആപത്തൊന്നും വരുത്തരുത്. അദ്ദേഹത്തിനെ രക്ഷിക്കണേ. ശേഖരമുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മുത്തശ്ശൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരണം. നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശൻ പോലീസിനോട് തുറന്നു പറയണം. വിശാൽ സാറല്ല മുത്തശ്ശനെ വെടിവെച്ചതെന്ന് മുത്തശ്ശൻ പോലീസിനോട് പറഞ്ഞ വിശാൽ സാറ് രക്ഷപ്പെടുമല്ലോ. മുത്തശ്ശൻ രക്ഷപ്പെടും പാർവതി. നീ സമാധാനമായിട്ടിരിക്കെ. വിശാൽ ബ്രോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് ആളെ ഇവിടെ എത്തിച്ചത് ഭാഗ്യായി. അപ്പോ ശേഖരമേനൻ ചത്തില്ലല്ലേ? എന്റെ ഉദയനരമ്മ കാത്തു. മുത്തശ്ശൻ ഓർമ്മ തിരികെ കിട്ടും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും പാർവതി. പ്രതാപ പറയൂ. ചേച്ചി, അയാൾ ചത്തിട്ടില്ല. ഇപ്പോഴും ജീവനുണ്ടായേക്ക്. ചത്തില്ലേ? ഇല്ല, പക്ഷെ ബോധം വീണിട്ടില്ല. അത് ഭാഗ്യേ. ഏതായാലും ഈ അവസ്ഥയിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പ്രതാപ, അങ്ങനെ ചിന്തിച്ച് സമാധാനിക്കുന്നത് അബദ്ധമാണ്. അത് നമുക്ക് ആപത്താ. ഇപ്പൊ ബോധമില്ലെന്ന് കരുതി എപ്പോഴും അയാൾ ആ അവസ്ഥയിൽ കിടക്കുമെന്നാണോ നീ കരുതുന്നത്? എപ്പോഴെങ്കിലും അയാള് കണ്ണു തുറന്ന് പോലീസിനോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാലോ? എടാ, നമ്മള് ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല ചേച്ചി, ഇപ്പോ ഹോസ്പിറ്റലിൽ വെച്ച അയാളെ അതിനുള്ളിൽ വെച്ച് തന്നെ തീർക്കണം. ചേച്ചി, ശേഖരമേനോൻ ഇനി ജീവനോടെ ഉണ്ടാവരുത്. കൊന്നേക്കയാളെ. ശേഖരമേനോൻ ചത്തുവെന്ന വാർത്തയുമായിട്ടല്ലാതെ നീ ഇനി എന്റെ മുമ്പിൽ വരരുത്. അല്ല ചേച്ചി, ചേച്ചി, ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.